ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇതിപ്പോൾ എൻ്റെ പുറക്കുന്നുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണേ. കഴിഞ്ഞ ദിവസം ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ആഫ്റ്റർനൂൺ വീഡിയോ അതുപോലെ കേട്ടോ. ഇതിപ്പോൾ രാവിലെ മുതൽ നൈറ്റ് വരെ ഉണ്ട് കേട്ടോ. ഇന്നേ ദിവസം നമ്മൾ കൂരമുക്കിലേക്ക് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. ഇതൊരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെല്ലാമെന്ന് കണ്ടോ കേട്ടോ. ഇതിപ്പോൾ ഇതാ രാവിലെ എണീച്ചിട്ടില്ല കേട്ടോ. പുറത്തേക്കെല്ലാം നോക്കുമ്പോൾ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയില്ലേനുവേ. മഴയെല്ലാം പെയ്ത് ചോർന്നിട്ടുള്ള അങ്ങനെ ഇതേനും കേട്ടോ. രാവിലെ എണീച്ചിട്ട് പിന്നെ ആദ്യം കിടന്നുറങ്ങുക, നിസ്കാരമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം കുട്ടിക്ക് മദ്രസയോ സ്കൂളൊന്നുമില്ല, അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങും. പിന്നെ നമ്മളെ വീട്ടിലല്ലേ ഉള്ളത്, എല്ലാം കൊണ്ട് കിടന്നുറങ്ങി എണീച്ച് കഴിയുമ്പം തന്നെ കുറച്ച് സമയം കേട്ടോ. ഇതിപ്പോൾ ഒരു 7 മണി 7:30 മണിയായിട്ടുണ്ടാവേ. ആ ഒരു ടൈമിൽ തലയ്ക്ക് വരുന്നേ. ഇതാ കുട്ടികളെ നല്ലോണം ഉറങ്ങുന്ന. അപ്പോൾ താഴേക്ക് വന്നിട്ട് ഞാനും ഉമ്മയും പിന്നെ ആങ്ങളുടെ വൈഫും കൂടിയിട്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ക്ലിനിക്ക് ഉണ്ട്, ലാബ്. എല്ലാ ഹോസ്പിറ്റൽ തന്നെയാണ്, ചെറിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ അവിടെ ലാബുണ്ട്. അപ്പോൾ അവിടെ പോകുന്നതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല, രാവിലെ കൊളസ്ട്രോളും എല്ലാം ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. പിന്നെ ഇടയ്ക്ക് അങ്ങനെ വെറുതെ ടെസ്റ്റ് ചെയ്യലുണ്ട് കേട്ടോ. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, അപ്പോൾ വെറുതെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതിനേ. എൻ്റെ പുറക്കുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ കേട്ടോ. നമുക്ക് ടൗണിലാണ് ഈ ഹോസ്പിറ്റലേ. അപ്പോൾ നമ്മൾ അങ്ങനെ നടന്നിട്ട് അടുത്തേക്ക് പോയിട്ടുള്ള കേട്ടോ. തിരക്കൊന്നും ഇല്ലേനോ, രാവിലെ തന്നെയല്ലേ. ഇപ്പോൾ ഇതായിട്ട് എൻ്റെ ബ്ലഡ് എടുക്കുന്നുണ്ട്. എത്രയെല്ലാം വണ്ണം വെച്ചെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ആൾക്ക് ബ്ലഡ് എടുക്കുന്നതും പിന്നെ ഇഞ്ചക്ഷൻ വെക്കുന്നതെല്ലാം ഭയങ്കര പേടിയാന്നേ. പിന്നെ നാണക്കേടാൻ പറയുമ്പോൾ തന്നെ എന്നാലും ഒക്കെ പേടി കേട്ടോ. അപ്പോൾ പേടിയായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കണ്ടെല്ലാം ജിമ്മി ഇങ്ങനെ എന്തെല്ലാം ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുക ചെയ്യട്ടോ. ഞാൻ അവരോട് പറയും ചെയ്യും, വേദനയാക്കറേ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എടുപ്പിക്കുക ചെയ്യുക. അപ്പം അങ്ങനെ എടുത്ത് പിന്നെ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടാവും. എന്നാലും നോക്കണമല്ലോ എടുക്കല്ലോ, അല്ല വിചാരിച്ചിട്ട് അങ്ങനെ നോക്കുന്നതാണ്. കാരണം ആവശ്യത്തിൽ കൂടുതൽ തടിയും വണ്ണം എല്ലാം ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടാകുന്ന അറിയണ്ട നമ്മൾ. അപ്പോൾ വിചാരിച്ചിട്ട് അങ്ങനെ ഇടയ്ക്കൊന്ന് പ്രഷറാ കൊളസ്ട്രോളാ ഷുഗറാ എന്തെങ്കിലും ഉണ്ടോ നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പം ബ്ലഡെല്ലാം എടുത്ത് പിന്നെ ഞാനിതാ കണ്ണും ചിമ്മി നിന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ വലിയ വേദന ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. വേദനയൊന്നും ഉണ്ടാവില്ലല്ലെങ്കിലും എന്നാലും ഒരു കുത്തുമ്പോൾ ഒരു ടെൻഷൻ. പിന്നെ അപ്പം ബ്ലഡെല്ലാം എടുത്ത് കഴിഞ്ഞ് പിന്നെ ഇതാ എൻ്റെ പ്രഷർ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വരുത്താം. ഉമ്മാൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടന്ന് വരുത്താന്നേ. അപ്പം ഞാൻ പോകുമ്പോൾ കുട്ടികളെല്ലാം ഉറങ്ങുന്നതിനോ ഒന്നും അറിഞ്ഞിട്ടില്ലേനോ, അറിഞ്ഞതിനെ ഒന്നിച്ച് ഓടുമല്ലോ. അപ്പോൾ ഇതാ ഓടി വന്നിട്ടുള്ള കേട്ടോ. ഞാനും പോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ഓൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോക്കട്ടോ. കാരണം കൂട്ടാണ്ട് പോയതിൻ്റെ പ്രതിഷേധത്തിനു. അപ്പം ഞാനിതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു എന്താ പറയുക പനിയും ജലദോഷമെല്ലാം ഉണ്ടായിരുന്നു. കുറഞ്ഞിനേനും വന്നാലും നല്ല ക്ഷീണമല്ലുള്ള ദിവസേനു. അപ്പോൾ ഇതാ പിന്നെ തിരിച്ച് വന്ന് ഇനിയിപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് ചായ കുടിക്കണം കേട്ടോ. ചായ ഒന്ന് മസ്റ്റ് ഞങ്ങൾക്ക് ചായ ഇല്ലാണ്ട് പറ്റുകയില്ല. അപ്പോൾ എന്തോ ക്ഷീണം പോലെ ഉണ്ടാവും കുടിക്കാണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇത് ഇവിടുന്ന് ചായ കുടിക്കുന്നുണ്ടേനെ. അന്നേരം ഇതാ ഇവളുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ആണ്ണ പോലത്തെ പെണ്ണ്. പിന്നെ ഓളട്ടെ ഇത് ഓളിവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഓളും എണീച്ച് വന്ന പാടുവാണ് ഇങ്ങനെ ഒരു വെള്ളത്തിൽ വീണ പോലെ. എന്നിട്ട് പിന്നെ ഞാൻ വെള്ളം കൂടിയിട്ട് ചായയെല്ലാം കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇതാ കുട്ടികൾക്കെല്ലാം ഫുഡല്ല ചായയെല്ലാം കൊടുത്ത് അവരിതാ ഞാൻ പറഞ്ഞ സ്ഥിരം സ്ഥലത്ത് തന്നെയായിട്ടുള്ള അവരെ പ്ലേ ഗ്രൗണ്ടും ഡൈനിങ് ടേബിളും എല്ലാം ഇത് തന്നെയായിട്ട്. ഇപ്പോൾ അതുകൊണ്ട് അവരെല്ലാം ഇതാ ഇവിടെ ഇരുന്നിട്ട് പാലെല്ലാം കുടിക്കുന്നുണ്ട് രാവിലത്തെ. പിന്നെ അന്ന് നമ്മളെ വീട്ടിൽ പണിക്കാരുണ്ടേനു, പിന്നെ മതിലിൻ്റെ എന്തോ പണിയെടുക്കുന്നുണ്ടേനു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ കുറേ സമയത്ത് അറിയത്ത് വന്ന് ഇങ്ങനെ ഇരുന്നേ, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഒരൊറ്റ കടത്തം കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വന്ന് ഇരുന്നിട്ടേനു ഉള്ള. അപ്പം പിന്നെ കുറേ സമയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കി അങ്ങനെ ഇരുന്ന്. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പണി ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും പുറക്കായതുകൊണ്ട് അങ്ങനെ എടുക്കണമെന്നൊന്നുമില്ലല്ലോ. പിന്നെ കഴിയുന്നില്ലേനും, പിന്നെ അവരൊന്നും എടുക്കാനും അങ്ങനെ വിടില്ല. അപ്പം പിന്നെ ഒരാങ്ങളുടെ ഉള്ളിൽ ഇതാ അടിച്ച് വരുന്നുണ്ട്. ഇതേപോലെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കളിക്കുന്ന കളിയാട്ടാ. കാണുമ്പം തിരിയുന്നില്ല, അവൾ അടിച്ച് വരൽ കാണുമ്പോൾ. പിന്നെ ഇതാ വേറൊരാൾ അപ്പോഴത്തേക്കും മോപ്പെടുത്ത് വന്നിട്ട് ഇനി അടിച്ച് വരുന്നെങ്കിൽ ഞാൻ തുടക്കും എന്ന് പറഞ്ഞിട്ട് അവൾ തുടക്കുന്നുണ്ട് കേട്ടോ. അവരങ്ങനെ ഭയങ്കര മത്സരം, ഒരാൾ അടിച്ച് വരെ ഒരാൾ അപ്പുറത്ത് തുടക്കും ഒന്നല്ല കേട്ടോ. അവർ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നു. ഞാനെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇതാ കുട്ടികൾ ഒരു ട്രിപ്പ് കളിയെല്ലാം കഴിഞ്ഞ് ഇതാ വെള്ളമെല്ലാം കുടിക്കുന്നുണ്ടേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറേ അടിയും പിന്നെ കുറേ കരച്ചിലെല്ലാം കഴിയുന്നുണ്ടാവും. പിന്നെ നമ്മളെ മെയിൻ കിച്ചണിലേക്ക് വന്നിട്ടായിട്ടുള്ള നമ്മളെ പുറത്തത്തെ കിച്ചണില്ലേ അടിയായിട്ട് ഇത് അടുപ്പല്ലോ. അപ്പോൾ ഇതാ ദോശ ഇടുന്നതാണേ, പണിക്കാറുണ്ട്. അപ്പം ദോശയും ഇഡ്ഡലിയാണ് രാവിലത്തെ ഫുഡ്. കാരണം ഇഡ്ഡലി കഴിക്കാത്ത ആൾക്കാരുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദോശയാക്കി. ദോശ നമ്മൾ പിന്നെ ദേശീയ ഭക്ഷണമായതുകൊണ്ട് പിന്നെ അങ്ങനെ ആക്കുക. അപ്പോൾ ഇതാ ഇഡ്ഡലി ഉണ്ട്, കുറേ ഉണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട ഇതെല്ലാം നമുക്ക് എന്നാൽ മാത്രമെന്നല്ല കേട്ടോ, പണിക്കാറുള്ളതുകൊണ്ട് ഇങ്ങനെയെല്ലാം.
അപ്പം പിന്നെ ഫുഡെല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ എന്നാൽ ഞാൻ വിചാരിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് പനിയെല്ലാം ഫുഡ് കഴിക്കണം എന്നാന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതാ ഫുഡ് കഴിക്കുന്ന പിന്നെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് പിന്നെയും കിടക്കും പിന്നെയും വരും പിന്നെയും കിടക്കും ആകട്ടെ പരിപാടി പിന്നെ കുറച്ച് സമയം ഇതാ കുട്ടികളുടെ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നുണ്ടേനേ പിന്നെ അപ്പം നല്ല ഇരുട്ടായിട്ട് വരുന്നുണ്ട് മഴ പെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇതാ കുറച്ച് സമയം ഞാനും അവരുടെ അടുത്ത് വന്ന് അങ്ങനെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഊട്ടക്കെത്തല്ല എന്തെല്ലോ പറഞ്ഞു വന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഇതെനിക്ക് സ്ഥിരമില്ല കേട്ടാ പിന്നെ ഉച്ചക്കത്തെ ഫുഡെല്ലാം നോക്കുന്നതാണേ ഉച്ചക്കത്തെ ഫുഡാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് മുരിങ്ങച്ചപ്പെല്ലാം പറിക്കുന്നുണ്ട് മുരിങ്ങച്ചപ്പും ചക്കക്കുരും വെച്ചിട്ട് ഒരു ഓലനാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ അടുത്ത് തന്നെ പറിക്കുന്ന കുറച്ച് മുരിങ്ങച്ചപ്പെല്ലാം പറിച്ചിട്ട് എടുത്താട്ടെ ഞാനിങ്ങനത്തെ ഹെൽപ്പിംഗ് വർക്ക് ചെയ്യുന്നുള്ളൂ എന്നോട് അവർ ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട് എന്നാലും പിന്നെ അവരൊന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന പിന്നെ ഇതാ ഉള്ളിൽ വന്നിട്ട് ഇതാ ഇവർ നല്ല കളിയാണ് മഴ പെയ്തുകൊണ്ട് അവരെ പിടിച്ച് ഉള്ളിലേക്ക് കയറ്റി തരുവേ പിന്നെ ഈ സമയത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറേ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടാവും നമ്മളെ ഇവിടെ വീട്ടിൻ്റെ അടുത്ത് കല്യാണമുണ്ട് അപ്പോൾ അടുത്ത ആൾക്കാരും പിന്നെ വണ്ടി പോകുന്നതും എല്ലാം കൂടിയിട്ടാട്ടാ ഞാൻ ഈ വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ ഫുൾ സൗണ്ട് ഉണ്ട് എങ്ങോട്ട് മാറി നിന്നിട്ട് നല്ല സൗണ്ടാണ് പിന്നെ വിചാരിച്ച് മതി പോട്ടെ വിചാരിച്ചാൽ കൊടുക്കല പിന്നെ ഇതാ നല്ല മഴ പെയ്ത് കേട്ടോ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ പിന്നെ അപ്പം മഴയെല്ലാം പെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചക്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കേട്ടോ കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്ഥിരം തട്ടകം മേലയിൽ നമ്മൾ റൂമിലേക്ക് പോയിട്ടുള്ള പിന്നെ കുട്ടികളിലായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നു തായെന്ന് അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുത്ത് വെക്കാനുണ്ടായിരുന്നു പിന്നെ കൂരമുക്കിലേക്ക് വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേലെ പോയതാട്ടാ പിന്നെ വൈകുന്നേരം അമ്മക്ക് മടിയാവും പിന്നെ മറന്നു പോവും എല്ലാം വിചാരിച്ചിട്ട് ബാഗ് ഉച്ചക്ക് തന്നെ ആ ഒരു സമയത്ത് മേലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്ത് വെക്കാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് മേലെ വന്നിട്ടായിട്ടുള്ള അപ്പം കുറച്ച് ഗോൾഡും പിന്നെ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സും എല്ലാം എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേലെ വന്നിട്ടേനുള്ള അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഡ്രസ്സെല്ലാം നോക്കി ഇതെടുക്കാന്നെല്ലാം പറയുന്ന അപ്പോൾ എങ്ങനെയോ മണത്ത് പിടിച്ചിതാണ്ട് ആദ്യം വന്നിട്ടുണ്ട് മേലയിലേക്ക് ഓന് എന്ത് ഷെൽഫ് തുറക്കുമ്പോഴത്തേക്കും ഓൻ എങ്ങനെയെങ്കിലും എത്തുവേ അപ്പോൾ ഇതങ്ങനെ വന്നിയാ പിന്നെ ഇതാ എൻ്റെ ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് ഇവർ വെറുതെ ഇട്ടിട്ട് എനിക്ക് ഇട്ടിട്ടാ നല്ല എനിക്ക് ഇട്ടിട്ടാ നല്ലതെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടിയിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഞാൻ പറഞ്ഞില്ല ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് തന്നെ ഒരാളെ ഡ്രസ്സ് ഇട്ടാൽ അപ്പോൾ മറ്റേ ആളോട്ട് അങ്ങനെയാണ് അവരിത് അപ്പോൾ അവർ ഡ്രസ്സെല്ലാം ഇട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ താഴേക്ക് വന്ന് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഫോണെല്ലാം കൊടുത്ത് അവരെന്നും മെല്ലെ ഒന്ന് സൈഡാക്കിയേ എപ്പോൾ ഒന്നും കൊടുക്കൂലേ എപ്പെങ്കിലും എല്ലാം കൊടുക്കുക അപ്പോൾ പിന്നെ ഫോണെല്ലാം കൊടുത്തിട്ട് പിന്നെ നമ്മളിതാ കുടയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ പോക്കാം പിന്നെ എടുത്തേക്കാന്ന് പറഞ്ഞിട്ടില്ല എല്ലാം പറഞ്ഞ പോലെ നമ്മളെ ടൈലർ എടുത്തിട്ട് ആൻ്റെ ഡ്രസ്സ് അടിക്കാൻ കൊടുക്കാനുണ്ടേനു അപ്പോൾ എല്ലാ ഡ്രസ്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ടേനു പിന്നെ ഡ്രസ്സ് കൊടുക്കാനുണ്ടേനു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാട്ടാ ഇതും നമ്മളെ അടുത്ത് തന്നെയാണ് നമ്മൾ സൊസൈറ്റി പോയിട്ടില്ലേ അവിടെ എടുത്താട്ടാ നമ്മൾ നല്ല മഴ പെയ്യുന്നുണ്ടേനു അപ്പോൾ തിരിച്ച് വരുമ്പോൾ വെള്ളമെല്ലാം കണ്ട് തന്നെ വെറുതെ ഒന്ന് കാലിലൊന്ന് നനച്ച് അങ്ങനെ തിരിച്ച് വരുത്താന്നേ ഇതെല്ലാം രസമല്ല അല്ലേ പണ്ട് സ്കൂളിലെല്ലാം പോയിട്ട് വരുമ്പോഴുള്ളവരെ അന്നേരമെല്ലാം ഭയങ്കര വിഷമമായിരുന്നു സ്കൂൾ പോകുമ്പം വരുമ്പോൾ ഇപ്പം എല്ലാം വിചാരിക്കുമ്പോൾ സങ്കടമാണ് ആകല്ല ഒരു കാലമല്ലേ പിന്നെ എല്ലാം കഴിഞ്ഞിതാ നമ്മൾ തിരിച്ച് പുറക്കേക്ക് തന്നെ തിരിച്ച് വന്നേ പിന്നെ നമ്മളെ മുഖത്ത് കുറച്ച് ഉലുവയും പാലെല്ലാം വാരി അങ്ങ് തേച്ചിട്ട് നമ്മളെ ജാസിത്താത്ത പറഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ട് അടിപൊളി കേട്ടോ പിന്നെ ഇതാ ഇവരതിൻ്റെ അടുക്ക് കളിക്കുന്നുണ്ട് പിന്നെ രാത്രി ആയി കേട്ടോ പിന്നെ ഒന്നുമില്ല ഫുഡെല്ലാം കഴിച്ച് നിസ്കാരമെല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ബാസിക്ക വന്നിട്ടുണ്ടായിരുന്നു ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ ഒന്നുമില്ല കേട്ടോ കുറച്ച് സമയം അങ്ങനെ ബാസിക്ക വന്ന് പുറക്കുന്ന് പിന്നെ നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല ഇട്ട ഡ്രസ്സാൽ തന്നെ അങ്ങനെ പോക്കാട്ടോ കാരണം രാത്രിയല്ലേ വണ്ടിയിലല്ലേ എന്ന് വിചാരിച്ചാൽ അങ്ങനെ തന്നെ പോക്കേ പിന്നെ വന്ന് കിടക്കല്ലേ വേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം അത്രയെല്ലാം തന്നെയുള്ളൂ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായില്ലെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫീഡ്ബാക്കെല്ലാം അറിയിക്കുക സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ടെല്ലാം വരുന്നവരെ ബൈ